നമസ്കാരം. ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യത്തിനോട് ഏതാണ്ട് അടുത്തിട്ടുണ്ടായിരുന്നു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞെത്തിയിട്ട്. 85 തുടങ്ങി, 1885 തുടങ്ങി. 1944 നമ്മുടെ രാജാജി ഫോമുല C രാജഗോപാലാചാരി മുന്നോട്ട് വെച്ച ആശയം അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോയി. പിന്നെ 1945 സിംല കോൺഫറൻസ് പറഞ്ഞു. സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ വൈസ്രോയി വേവലിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോയി, വേവൽ പ്ലാൻ. അതിനുശേഷം ഞാൻ പറഞ്ഞു നിർത്തിയത് നാവിക കലാപത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. 1946 നാവിക കലാപം എന്ന് പറഞ്ഞപ്പോൾ കലാപം ബോംബെയിലുണ്ടായി. ബോംബെയിൽ HMS തൽവാർ എന്ന് പറയുന്ന കപ്പലിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അവർക്ക് അവിടുത്തെ നമ്മുടെ നാവികർ, അവർക്ക് ബ്രിട്ടീഷുകാരായ നാവികർക്കുള്ളതുപോലെയുള്ള ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ യൂണിഫോമിൻ്റെ കാര്യത്തിലായാലും ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നാവികരൊരു കലാപം നടത്തുന്നു. നാവിക കലാപം അത് 1946 അപ്പോൾ ഇതൊക്കെ കൂടി ആയപ്പോഴാണ് ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ എന്നൊരു തോന്നൽ ബ്രിട്ടീഷുകാർക്കുണ്ടാകുന്നത്. അങ്ങനെയാണ് 1946 അപ്പോൾ ക്ലമൻ്റ് അറ്റ്ലി, ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന ക്ലമൻ്റ് അറ്റ്ലി, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ, അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ സമിതിയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലമൻ്റ് അറ്റ്ലി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന 3 പേരെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. നിങ്ങൾ ഇന്ത്യയിൽ ചെന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം, അതിനെക്കുറിച്ച് ആലോചിച്ച് വരിക. അങ്ങനെ 3 പേര് വരികയാണ്. പെത്തിക് ലോറൻസ്, AB അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പോൾ പെത്തിക് ലോറൻസ് എന്ന് പറയുന്ന ആളാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ പെത്തിക് ലോറൻസ്, AB അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, ഇവർ 3 പേര് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യക്കാരുമായിട്ട് ചർച്ച ചെയ്തു. അവരും ഇന്ത്യയെ വിഭജിക്കണം എന്ന ആശയമൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല. അപ്പോൾ അവരവരുടെ റിപ്പോർട്ട് തയ്യാറാക്കി അതവരെന്ത് ചെയ്തു, ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവരെന്തൊക്കെയാണ് പറഞ്ഞത്, ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം നൽകണം. അപ്പോൾ സ്വാതന്ത്ര്യം നൽകുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കണം. പിന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണം. ആ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന ഉണ്ടാക്കുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. ആ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അതെന്ത് ചെയ്യുന്നു, 1946 ഡിസംബർ 6 ആ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടവർ നിലവിൽ വന്നു. ഡിസംബർ 9 അതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷം വഹിച്ച ആദ്യ സമ്മേളനം. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഭരണഘടന ഉണ്ടാക്കുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു താൽക്കാലിക ഗവൺമെൻറ് കൂടി ഉണ്ടാക്കണമെന്ന് പറയുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ താൽക്കാലിക ഗവൺമെൻറ്റിൽ പക്ഷേ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഉള്ളത്. പ്രസിഡൻ്റായിരുന്നത് ആര് തന്നെയാണ്, വേവൽ തന്നെയാണ്. അപ്പോൾ 1946 ഇവിടെ ഉണ്ടാകുന്ന ഒരു താൽക്കാലിക ഗവൺമെൻറ്, ആ താൽക്കാലിക ഗവൺമെൻറ്റിൽ പ്രസിഡൻ്റായിരുന്നത് വൈസ്രോയി ആയിരുന്ന വേവലും വൈസ് പ്രസിഡൻ്റായിരുന്നത് നെഹ്റുവുമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു താൽക്കാലിക ഗവൺമെൻറ് ഉണ്ടാകുന്നത്. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചതിനെ തുടർന്നാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് വേവൽ ഒരിക്കലും ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറാകുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ക്ലമൻ്റ് അറ്റ്ലിയെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണം, അത് എത്രയും വേഗത്തിലായിക്കോട്ടെ. അപ്പം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, 2ാം ലോകമഹായുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന ലൂയി മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് വൈസ്രോയായി പോകണമെന്ന് പറയുന്നു. ലൂയി മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലെ വൈസ്രോയായി പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയാണ്, ഞാൻ ഇന്ത്യയിലേക്ക് പോകാം, പക്ഷെ ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യക്ക് കൃത്യമായി എന്ന് സ്വാതന്ത്ര്യം നൽകാൻ പറ്റുമെന്ന് അങ്ങ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഞാൻ ഇന്ത്യയിലേക്ക് പോകൂ. അപ്പോൾ അത് ആരംഗീകരിച്ചു, ക്ലമൻ്റ് അറ്റ്ലി അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുന്നു 1948 ജൂലൈക്ക് മുമ്പായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം. അപ്പോൾ നമ്മുടെ PSC ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്, 1948 ജൂലൈക്ക് മുമ്പായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് ക്ലമൻ്റ് അറ്റ്ലി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി? ആരാണ്? വേവലാണ്, മൗണ്ട് ബാറ്റൻ അല്ല. മൗണ്ട് ബാറ്റൻ വന്നില്ല. ഈ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം മാത്രമേ ആര് ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ, മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് വന്നു.
ഈ പ്രഖ്യാപനം കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഇന്ത്യ കാര്യമായിട്ടൊക്കെ കൂടിയാലോചിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനായിട്ട് അദ്ദേഹം പെട്ടെന്നൊരു തീയതി അങ്ങ് തീരുമാനിച്ചു. 1947 ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് മൗണ്ട് ബാറ്റൻ പ്രഖ്യാപിച്ചു. അദ്ദേഹം തൻ്റെ പ്ലാൻ തയ്യാറാക്കി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുന്നു. ആ പ്ലാൻ അറിയപ്പെടുന്നത് ബാൾക്കൻ പദ്ധതി എന്നാണ്. ഇനി ഇത് അദ്ദേഹം സമർപ്പിക്കുന്നത് ജൂൺ 3 അതിനെ തന്നെ ജൂൺ 3 പ്ലാൻ എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മൾ മൗണ്ട് ബാറ്റനെ ഡിക്കി ബേർഡ് എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡിക്കി ബേർഡ് പ്ലാൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി ഡിക്കി ബേർഡ് പ്ലാൻ എന്ന് വിളിക്കുന്നുണ്ട്, ബാൾക്കൻ പദ്ധതി എന്ന് വിളിക്കുന്നുണ്ട്, ജൂൺ 3 പദ്ധതി എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഈ പദ്ധതി അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അതിനെ ബാൾക്കൻ പദ്ധതി എന്ന് പറയാൻ തന്നെ ഒരു കാരണമുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കുക. ഇനി ഇന്ത്യയിലെ അക്കാലത്ത് ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ട്, ഏതാണ്ട് 563 നാട്ടുരാജ്യങ്ങളുണ്ട്. ആ നാട്ടുരാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാം. ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നുള്ളവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരണമെന്നുള്ളവർക്ക് പാകിസ്ഥാനിൽ ചേരാം, രണ്ടിലും ചേരാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്വതന്ത്രമായി നിൽക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ കുറേ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ചിലപ്പോൾ മാറും. ബാൾക്കൻ രാജ്യങ്ങളെ 2ാം ലോകമായുധം കഴിഞ്ഞപ്പോൾ വിഭജിച്ച് വെച്ചതുപോലെ. അതുകൊണ്ടാണ് നമ്മൾ ബാൾക്കൻ പദ്ധതി എന്ന് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പദ്ധതി ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗീകരിച്ചു. അങ്ങനെ 1947 ആഗസ്റ്റ് 14 പാകിസ്ഥാനും 1947 ആഗസ്റ്റ് 15 ഇന്ത്യയും സ്വതന്ത്രമായി. ശരിക്കും ധീരമായ കാൽവെപ്പ് എന്നാണ് ഈ ക്ലമൻ്റ് അറ്റ്ലിയുടെ പ്രഖ്യാപനത്തിന് തന്നെ. ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് ക്ലമൻ്റ് അറ്റ്ലി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനെ നെഹ്റു പറഞ്ഞത് ധീരമായ കാൽവെപ്പ് എന്നാണ്. അപ്പോൾ ആ ധീരമായ കാൽവെപ്പ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. അത് കഴിഞ്ഞിട്ട് 1947 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ബ്രിട്ടൻ്റെ യൂണിയൻ ജാക്ക് അഴിച്ചു മാറ്റി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തി അവിടെ നടത്തിയ പ്രസംഗത്തിൽ നെഹ്റു പറയുകയുണ്ടായി, ട്രസ്റ്റ് വിത്ത് ഡെസ്നി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമായി. അപ്പോൾ സ്വതന്ത്രമായെങ്കിലും നമ്മൾ ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയായി വന്നെത്തിയ മൗണ്ട് ബാറ്റൻ. അപ്പോൾ ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാ? അത് കാനിങ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് കാനിങ്. 1857 വിപ്ലവം കഴിഞ്ഞപ്പോൾ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വൈസ്രോയി ഉണ്ടാവുന്നു. അത് കാനിങ് ആണ്. ഇത് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടുകൂടി ഇന്ത്യയിലെ വൈസ്രോയി എന്ന പദവി അവസാനിക്കുകയല്ലേ. അപ്പോൾ ബ്രിട്ടനിലെ രാജാവായിരുന്നു ജോർജ് അഞ്ചാമൻ. അപ്പോൾ ജോർജ് അഞ്ചാമൻ്റെ കാലത്ത് എന്താണ് വൈസ്രോയി എന്ന പദവിയുടെ അവസാനിച്ചു. പക്ഷേ നമ്മൾ മൗണ്ട് ബാറ്റനെ പറഞ്ഞു വിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു, മൗണ്ട് ബാറ്റനെ തന്നെ ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ട് നിയമിച്ചു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി മാറി മൗണ്ട് ബാറ്റൻ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് മാറുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയൊന്നും നിലവിൽ വരാൻ വേണ്ടി, ഭരണഘടനയുടെ പണിയൊന്നും പൂർത്തിയാക്കാൻ വേണ്ടി ആരുണ്ടായില്ല? മൗണ്ട് ബാറ്റൻ ഉണ്ടായില്ല. അദ്ദേഹം 1948 ജൂൺ 20 ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇന്ത്യക്കാരനെ പിടിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലാക്കി വയ്ക്കുന്നു. അപ്പോൾ ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറൽ. അപ്പോൾ ബ്രിട്ടീഷുകാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറലാണ്. സ്വതന്ത്ര ഇന്ത്യയിലാണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ എങ്കിൽ, സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറലായി മാറി സി രാജഗോപാലാചാരി, ചക്രവർത്തി രാജഗോപാലാചാരി. അപ്പോൾ രാജഗോപാലാചാരിയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് വരെ ആരായി തുടരുന്നത്? ഗവർണർ ജനറലായി തുടരുന്നത്. ഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ചക്രവർത്തി രാജഗോപാലാചാരി. വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഉപ്പ് സത്യാഗ്രഹം നടത്തിയ ആൾ, വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നയാൾ. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി പിന്നീട് രൂപീകരിച്ചു അദ്ദേഹം, സി രാജഗോപാലാചാരി. ഇനി ആരായിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്? ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു JB കൃപലാനി. JB കൃപലാനിയാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് INCയുടെ പ്രസിഡന്റ്. അതിന് മുമ്പ് ആരെന്ന് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് പറഞ്ഞുവല്ലോ. തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതിനെ കുറിച്ച് മൗലാന അബുൽ കലാം ആസാദ്.
അദ്ദേഹം മാറി അടുത്ത ആര് പ്രസിഡൻ്റായിട്ട് വന്നു? സ്വതന്ത്രമാകുന്നതിന് മുമ്പ് 47 കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് 46 അവസാനം 46 ഡിസംബറിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? നമ്മുടെ കൃപലാനിയാണ്. അപ്പം അദ്ദേഹമാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അദ്ദേഹം ശരിക്കും കോൺഗ്രസിനകത്ത് വളരെ സജീവമായിരുന്നു. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആകുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം കോൺഗ്രസ് വിട്ടു. അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് കർഷക മസ്ദൂർ പ്രജാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ കർഷക് മസ്ദൂർ പ്രജാ പാർട്ടി പിന്നീട് രൂപീകരിച്ചത് കൃപലാനിയാണ്. കൃപലാനി അദ്ദേഹം തന്നെയാണ് നെഹ്റു മന്ത്രിസഭയ്ക്കെതിരായിട്ട് ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതും കൃപലാനിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സുജേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സുജേത കൃപലാനി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, മൈ ടൈംസ് എന്ന പുസ്തകം എഴുതിയത് കൃപലാനിയാണ്. അപ്പോൾ ഇനി ആരായിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റ്? നമ്മുടെ കേളപ്പനാണ്. അത് മുമ്പ് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേളപ്പനായിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് KPCCയുടെ പ്രസിഡന്റായിരുന്നു കേളപ്പൻ. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കുറേ പേരുകളുണ്ടല്ലോ. കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റായിരുന്നത് കേളപ്പൻ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നത് കൃപലാനി, ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ക്ലെമൻ്റ് അറ്റ്ലി, പിന്നെ അതുപോലെ ബ്രിട്ടനിലെ രാജാവ് ജോർജ് അഞ്ചാമൻ. ഇതൊക്കെ ഓർക്കണം നിങ്ങൾ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്താ പറഞ്ഞേ, നമ്മുടെ താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ക്ലെമൻ്റ് അറ്റ്ലിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് പറഞ്ഞു, മൗണ്ട് ബാറ്റനെ കുറിച്ച്, ഡിക്കി ബേർഡിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബാൾക്കൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ സ്വതന്ത്രമാകുന്നവരെയുള്ള ഭാഗമാണ് ഞാനിങ്ങനെ പല എപ്പിസോഡുകളിലായിട്ട്, ഏതാണ്ട് 23ഓളം എപ്പിസോഡുകളിലായിട്ടാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ കേരള നവോത്ഥാനത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കൃത്യമായി കിട്ടും. എന്തായാലും PSC പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിന്ന് PSC ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി എഴുതാൻ സാധിക്കും. ആ മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നെയ്യാറ്റിൻകരയിൽ ഞാൻ ബിജൂസ് PSC എന്ന് പറഞ്ഞിട്ട് ഒരു മത്സര പരീക്ഷാ പഠന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അവിടേക്ക് വരികയും ചെയ്യാം.